Konnichiwa minasan, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡിൻ്റെ സീസൺ 3ൻ്റെ ഫൈനൽ എപ്പിസോഡാണ്, അതായത് എപ്പിസോഡ് 21. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ 2 പേർക്ക് നമുക്ക് താങ്ക്സ് പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സാബിത് ബ്രോ ആണ്, പുള്ളിക്കാരനും പിന്നെ നമ്മുടെ സ്ഥിരം സപ്പോർട്ടറായിട്ടുള്ള സൽമാൻ ബ്രോ നമുക്ക് ഇന്നലെ സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. ഗൈസ് റിയലി താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. പിന്നൊരു കാര്യം, ഇത് ഫൈനൽ എപ്പിസോഡാണ് സീസൺ 3ൻ്റെ, അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നാളെ തന്നെ നമ്മൾ സീസൺ 4 എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അത് മിസ്സാക്കിയിരിക്കാൻ വേണ്ടി ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമ്മുടെ വിറിയൻ പറയുന്നുണ്ട്, എടാ വർഷങ്ങൾക്ക് മുമ്പ് ദി ബീസ്റ്റ് എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ എൽഫ്സും ഹ്യൂമൻസും ഡോവ്സും ഇവരെല്ലാവരും നാടോടികളായിരുന്നു. അവരവരുടെ സ്വന്തം കൈൻഡോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടേയിരുന്നു. ബാക്കിയുള്ള റേസിനെ കാണുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു, അത് ട്രേഡ് ചെയ്യാനായിരുന്നു. കാര്യം എല്ലാവരുടെയും കൾച്ചർ ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരുന്നു. അതുമാത്രമല്ല എല്ലാവരും നല്ല ഗുഡ് ടൈംസിലുമായിരുന്നു. അങ്ങനെ വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം തകർന്നത് ആ മാന ബീസ്റ്റ് വന്നതിലപ്പുറമാണ്. അവർ ഞങ്ങളെ പ്രേ ചെയ്യാനായിട്ട് തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയി, ഞങ്ങളുടെ എണ്ണം നന്നായിട്ട് തന്നെ കുറയാൻ തുടങ്ങി. അത് മനുഷ്യരുന്നില്ല, ഡോവ്സൊന്നുമില്ല, എൽസൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഒരു ഡിയറ്റി ആകാശത്ത് നിന്ന് താഴത്തേക്ക് വന്നത്. എന്നിട്ട് 3 റേസിന് കുറച്ചധികം ഗിഫ്റ്റ് നൽകി, ചുരുക്കം പറഞ്ഞാൽ ടൂള് നൽകി ഈ മാന ബീസ്റ്റിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട്. അങ്ങനെ അവിടെ പുതിയ ഇറ ജനനം കൊണ്ടു. ഈ ഡിയറ്റികൾ പ്രത്യക്ഷപ്പെട്ടത് 3 ആൾക്കാരുടെ ഫ്രണ്ടിലായിരുന്നു. അവരാണ് ഇന്നത്തെ 3 റോയൽ ഫാമിലീസ്, ഗ്ലേഡിയറും ഗ്രേസണ്ടേഴ്സും എർത്ത്ലിംഗ് ഫാമിലീസും. ആൻഡ് ഇവർക്ക് എല്ലാവർക്കും കൂടെ 6 ആർട്ടിഫാക്ട്സും കൊടുത്തു. അത് അന്നത്തെ രാജാക്കന്മാര് ഈക്വലായിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് 3 പേർക്കും കിട്ടിയുണ്ടായി. പക്ഷേ ആ ആർട്ടിഫാക്ട്സ് ഒന്നും അവർ തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമല്ലായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ കിങ്സിന് യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം ആൾക്കാരെ കണ്ടുപിടിച്ചു. അവരെയാണ് ലാൻഡ്സ് എന്ന് പിന്നെ അറിയപ്പെട്ടത്. ആൻഡ് ആ സെലക്ട് ചെയ്തവരാട്ടെ അവരുടെ ജീവനും സ്വത്തും എല്ലാം തന്നെ രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ചവരായിരുന്നു. ആർട്ടിഫാക്റ്റ് അവർക്ക് മറ്റൊരു കാര്യം കൂടെ കൊടുത്തു, അതിൻ്റെ പേരായിരുന്നു മാന. അങ്ങനെ ആ 3 കിങ്സും കൂടെ ഉയർത്തെഴുന്നേറ്റു. അവരായിട്ട് തിരിച്ച് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി, ട്രെയിൻ ചെയ്യാനായിട്ട് തുടങ്ങി, ആ ഒരു നോളജ് അവർ സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ 3 രാജ്യങ്ങളും മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ അധികം നാളൊന്നും വേണ്ടി വന്നില്ല ആദ്യത്തെ ജനറേഷൻ ഓഫ് മെയ്സിന് വരാനായിട്ട്. അതായിരുന്നു അവിടുത്തെ ടേണിംഗ് പോയിന്റ്. എൽഫ്സും ഡോവ്സും ഹ്യൂമൻസും എല്ലാവരും കൂടെ റഷ് ചെയ്തു ഈ മാന ബീസ്റ്റിന് നേരെ. അങ്ങനെ ഒരു വലിയ യുദ്ധം ഉണ്ടാകുകയും ചെയ്തു. ആ ഒരു ബീസ്റ്റ് ഗ്ലേഡ്സിനെ എല്ലാവരും ഡിഫീറ്റ് ചെയ്യുകയും ചെയ്തു. സമയം കഴിയും തോറും എല്ലാവരും വീണ്ടും പഴയ പോലെ ആകാൻ തുടങ്ങി. അങ്ങനെ ഒരു പുതിയ ഇറ അവിടെ ജനനം കൊണ്ടു. അതിനുശേഷം അവർ 3 പേരും 3 സ്ഥലത്തേക്ക് മാറി. കാര്യം അവരുടെ കൾച്ചറിനും അവരുടെ ലൈഫ് സ്റ്റൈലിനും അനുയോജിച്ച 3 സ്ഥലത്തേക്ക് മാറി. മനുഷ്യർ പോയത് വെസ്റ്റിലേക്കായിരുന്നു. കാര്യം അവിടെ റിച്ച് ഉള്ള സോയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്ത് അവർ മുന്നോട്ട് പോയി. എൽസ്റ്റീം പോയത് നോർത്തിലേക്കായിരുന്നു. കാര്യം അവിടെ ഹാർമണിയുള്ള മാജിക്കൽ ഫോറസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ബാക്കിയുള്ളവർ പോയത് സൗത്തിലേക്കായിരുന്നു. ആൻഡ് അവിടെ വെച്ചാണ് അവർ ഈ മെറ്റൽസും ജെംസ് ഒക്കെ കണ്ടുപിടിച്ചത്. അവരായിരുന്നു ഡോവ്സ് ആയിട്ട് വരുന്നത്. അങ്ങനെ 3 രാജാക്കന്മാരും 3 രാജ്യവും അവിടുത്തെ ആൾക്കാരും എല്ലാവരും പ്രോസ്പെരിറ്റിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. അല്ല ഒന്ന് വെയിറ്റ് ചെയ്തേ, അപ്പോൾ ഈ ലാൻഡ്സ് ആണ് ഡിയറ്റിയിൽ നിന്ന് കിട്ടിയ ആർട്ടിഫാക്ട് യൂസ് ചെയ്യുന്നത്? അല്ല, പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും ഈ കഥ കാർട്ടായിട്ടല്ല പോകുന്നത്. ഇതിന് എന്നിങ്ങനെ എന്തൊരു പ്രശ്നമുണ്ടല്ലോ. കാര്യം പിന്നെ എങ്ങനെയാണ് ഈ എൽസും ഹ്യൂമൻസുമായിട്ടുള്ള ഫൈറ്റൊക്കെ തുടങ്ങിയത്? അല്ലെങ്കിൽ ലാൻഡ്സൊക്കെ പിന്നെ ഇവിടെ പോയി? അത് ഞാൻ പറയുന്ന കഥ ഫുള്ളായിട്ട് കേൾക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നീ ഒന്ന് നടക്ക്, ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ. നിനക്കെന്തായാലും യുദ്ധത്തിനെ പറ്റി അറിയാം, സോ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം സത്യം പറഞ്ഞാൽ പീസ് ലാസ്റ്റ് ചെയ്തു കുറച്ച് ജനറേഷനോളം. ആദ്യത്തെ കുറച്ച് ജനറേഷൻ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി. പിന്നെ അവരുടെ ആൻസിസ്റ്റർ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും അവർ മറന്നു. ഗ്രീഡ് അവരെ ടുക്ക് ഓവർ ചെയ്തു. പിന്നെ ലാൻഡ്സ് അവരെങ്ങും പോയിട്ടില്ല, അവരിന്നും എല്ലായിടത്തും കൂടെ. രാജകുടുംബത്തിൻ്റെ അടുത്ത് വെച്ച് തന്നെ അവർ സീക്രട്ടായിട്ട് ആരും അറിയാതെ തന്നെ റേസ് ചെയ്തുകൊണ്ട് ഒരു ആർട്ടിഫാക്ട് യൂസ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. പക്ഷേ റീസെൻ്റ്ലി പുതിയൊരു കോണ്ടിനെൻ്റ് നമ്മൾ സ്ഥിരീകരിച്ചത് കൊണ്ട് തന്നെ അത് നമ്മൾ പബ്ലിക് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഓ, അപ്പം അങ്ങനെയാണല്ലേ അതൊക്കെ സീക്രട്ടായിട്ട് വെച്ചത്. സോ ലാൻഡ്സ് എന്ന് പറയുന്നത് കിങ്സിൻ്റെ ഒരു സോൾ ബൗണ്ട് തന്നെയാണ്. അതെങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലൈക്ക് വൈറ്റ് കോർ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതെ ഈ ഡിക്കാത്തൻ എന്ന് പറഞ്ഞ കോണ്ടിനെ തന്നെ താഴത്തേക്ക് വീഴും. എനിക്ക് മനസ്സിലായി. എന്തായാലും ഇതൊക്കെ എന്നോട് പറഞ്ഞില്ലേ, താങ്ക്സ്. എന്തായാലും ഞാൻ ട്രസ്റ്റ് ചെയ്തില്ലേ, അതൊക്കെ നന്നായി. എടാ പൊട്ടാ, നീ ശരിക്കും വലുതല്ലേടാ. അതല്ല, നമ്മൾ ആദ്യം വെച്ച് കണ്ടുവെച്ച് നോക്കാനടുത്ത് നിൻ്റെ ശരീരം ഇത്ര വളർന്നെങ്കിലും നിൻ്റെ തലച്ചോറ് നന്നായിട്ട് വളർന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞതിലും കാര്യമുണ്ട്. ആർത്തർ, എന്തു പറ്റി? സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ നിന്നോട് പറഞ്ഞതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ഇല്ല. കാര്യം ഇതിലെല്ലാത്തിലും നിനക്കും ഒരു പാർട്ടുണ്ട്. എനിക്കോ? അതെ, നിൻ്റെ ബോണ്ട് ഒരു മേർലി ഒരു മാന ബീസ്റ്റ് മാത്രമല്ല. നിൻ്റെ ബോണ്ടെന്ന് പറയുന്നത് ഒരു ഡിയറ്റി തന്നെയാണ്. ആ സമയത്ത് അവൻ സിൽവിനെ ഒന്ന് നോക്കുന്നുണ്ട്. ആര്? ഇവള് ദൈവമാ? എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടാ ഡിയറ്റീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ റിലീജിയസ് ബുക്കിലൊക്കെ വായിച്ച പോലെ അങ്ങനത്തെ ഐറ്റംസ് അല്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവർ മുകളിൽ നിന്നാണ് വന്നതെന്ന് നമുക്കറിയാം. അതുമാത്രമല്ല അവരുടെ മോർട്ടൽ ബോഡി തന്നെ ഫുള്ളി മാനയാൽ സമ്പുഷ്ടമാണ്. അല്ല, അപ്പോൾ ഇവൾ ഡ്രാഗൺ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ എനിക്കറിയാം സിലി സ്ട്രോങ്ങും ആണ്,
അത്യാവശ്യം സ്മാർട്ടുമാണ്. നിനക്കറിയാവോ, ഞങ്ങളുടെ കൾച്ചറിൻ്റെ അകത്ത് ഒരു ഡ്രാഗനെ കാണുന്നതെന്ന് പറയുന്നത് ഒരു ജനറേഷണൽ ബ്ലെസ്സിങ് എന്നാണ് പറയുന്നത്. ആ സമയത്താണ് സിൽവിനെ ബോൾഡായിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, സിൽവിയുടെ ആ ഒരു ട്രൂ ഫോം നീ എന്തായാലും സീക്രട്ടായിട്ട് വെച്ചത് എന്തായാലും നന്നായി. അല്ല, അത് പിന്നെ ഞാൻ നിന്നെ ബ്ലെയിം ചെയ്തതൊന്നുമല്ല, അതെങ്ങനെ ചെയ്യാലും അത് തന്നെയാണ് നല്ലത്. എന്തായാലും ആർത്തർ, ഞാനൊരു കാര്യം കൃത്യമായി തന്നെ പറയാം. നീ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് അതൊരു കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ആർത്തർ. നിനക്ക് ഈ ലോകത്ത് ഒരു വലിയ റോൾ തന്നെയുണ്ട്. ആ റോളിന് വേണ്ടിയാണ് നീ റെഡിയാകേണ്ടത്. സോ നീ എത്രയും പെട്ടെന്ന് റെഡിയാകുന്നതായിരിക്കും നല്ലത്. പിന്നെ കാണിക്കുന്നത് ആർത്തർ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നതാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ സിൽവി ചോദിക്കുന്നുണ്ട്, പപ്പ നമ്മളിപ്പോൾ എവിടേക്ക് പോവുകയാണ്, എനിക്കൊരു കാര്യം ചെക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നേരെ മുന്നോട്ട് നടക്കുവാണ്. പക്ഷേ അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു കാര്യം അവൻ്റെ കണ്ണിൽപ്പെട്ടത്. അവനാട്ടെ അത് എടുക്കാൻ പോയപ്പോൾ അതിൻ്റെ കൊടുത്ത് ഒരു നോട്ടും ഉണ്ടായിരുന്നു. അവനത് വായിച്ച് നോക്കുകയും ചെയ്യും. എന്നിട്ട് പെട്ടെന്ന് അവനത് മാറ്റിയിട്ട് നേരെ തിരിഞ്ഞ് നടക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡൈനിങ് ഹാളായിരുന്നു. ആർത്തറും എല്ലായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർത്തറും കഴിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ആലിസ് ചോദിക്കുന്നുണ്ട്, ആർത്തർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളാം. സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ശരിക്കും മിസ്സാക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, വെറുതെ അല്ല ആ പയർ നീ ഓരോന്നായിട്ട് എടുത്ത് തിന്നുന്നത്. ഓരോന്നായിട്ടോ? പെട്ടെന്ന് പ്ലേറ്റിലേക്ക് നോക്കിയപ്പോഴാണ് ആർത്തർ ഇത്ര നേരം ഓരോ പയറും ഓരോ സ്പൂണും കൊണ്ട് ഇങ്ങനെ കുത്തി തിന്നിട്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സിൽവിയാട്ടെ അതിനെ മീറ്റ് ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ആർത്തർ, എനിക്കറിയാം നീ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നീ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. അങ്കിൾ വിൻസെൻ്റെ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇനിയും ടൈമുണ്ട്. പക്ഷേ നീ ആദ്യം എന്തെങ്കിലും ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ നീ അത് തീർക്കാൻ നോക്ക്. നീ സേഫ് ആയിട്ടിരുന്നാൽ മാത്രം മതി, ഞങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ആ ടൈമിൽ തന്നെ എലി പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എവിടെ പോയാലും എന്ത് ചെയ്താലും സിൽവിനുമായാലും ഒറ്റ പീസ് തിരിച്ചു കൊണ്ടുവന്നാൽ പിന്നെ നല്ല പ്രസൻസും കൊണ്ടുവരണം. അങ്ങനെ ആ ടൈമിൽ ഇതെല്ലാം കേട്ടപ്പോൾ ആർത്തറിന് ശരിക്കും സന്തോഷമായി. പിന്നെ കാണിക്കുന്നത് ആർത്തർ ബൈ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുന്നതായിരുന്നു. അവനാട്ടെ നടക്കുന്നുണ്ട്. അവൻ്റെ കയ്യിലാട്ടെ ഒരു ചെറിയൊരു കുറിപ്പുണ്ട്. അവൻ പറയും ചെയ്യും, സിൽവി നമ്മളെന്തായാലും അവിടേക്ക് പോകണം. ആ കുറിപ്പിനകത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, നിനക്ക് ഹോൾ സ്റ്റോറി അറിയണമെന്നുണ്ടെങ്കിൽ, നിനക്ക് സത്യം അറിയണമെന്നുണ്ടെങ്കിൽ നാളെ ഉച്ചയാകുമ്പോൾ ടെലിപ്പോർട്ടേഷൻ ഗേറ്റിലേക്ക് എത്തണമെന്ന്. പിന്നെ കഴിയുന്നത് കുറച്ച് പേര് പറയുന്നതാണ്, കിങ്ഗ്രേ ഇതെല്ലാം നെസസറിയാണ്, നമ്മുടെ കൺട്രിയുടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ഇതെന്തായാലും ചെയ്യണം. നിങ്ങൾക്കറിയാലോ ഈ കൺട്രിക്കും താങ്കളുടെ കൺട്രിക്കും താങ്കളൊരു കിങ് ആണ്. സോ ഇതെല്ലാം താങ്കൾ ഫൈറ്റ് ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് എന്ത് വിലെടുത്തും അവളെ കൊല്ലണം. കിങ്ഗ്രേ അവളെ കൊന്നിരിക്കണം, എങ്കിൽ മാത്രമേ ഈ കൺട്രി ഇനി മുന്നോട്ട് പോകത്തുള്ളൂ. കൊല്ലണം ആ ഒരു സൗണ്ട് മാത്രമേ അവന് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. പപ്പ എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ലടി, ഞാൻ ചെറിയൊരു ബാഡല്ല ഡ്രീം കണ്ടത്. കോപ്പ് ആ മെമ്മറി എന്തിനാണ് ഇപ്പം എന്നെ തേടി വന്നത്? അതുമില്ല, ആ നോട്ട് ആ കിളവന് എങ്ങനെയാണ് ഇതെല്ലാം അറിയാവുന്നത്? അവനെങ്ങനെയാണ് വിറിയനും ഞാനും കൂടെ സംസാരിച്ച ആ ഒരു കോൺവെർസേഷൻ ഫുള്ള് കേട്ടത്? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വിറിയൻ അറിയാത്ത എന്തോ ഒന്ന് ചിലപ്പോൾ അവനറിയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതെന്താണ് വിറിയൻ അറിയാത്തതായിട്ടൊന്ന്? അതുമല്ല, പുള്ളിക്കാരൻ എന്തായാലും എന്നോട് കള്ളം പറയണ കാര്യമില്ല. എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും പോയി തന്നെ ചെക്കൗട്ട് ചെയ്യണം. പിന്നെ കാണിക്കുന്നത് ആർത്തർ ആ ഒരു ടെലിപ്പോർട്ടേഷൻ ഗേറ്റിൻ്റെ വാതിക്കെ വന്നാണ്. ആ ടൈമിൽ തന്നെ ആ ഒരു വെരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കിങ്ഡം ഓഫ് എലിനോറിലേക്ക് നിനക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ. ആ സമയത്ത് തന്നെ അവൻ ആലോചിക്കുന്നുണ്ട്, വെരിഫിക്കേഷൻ എലിനോറോ? പക്ഷേ കാര്യമൊന്നും മനസ്സിലാകുന്നു പറഞ്ഞിട്ട് ഒരു സാധനം എടുത്ത് കാണിക്കുന്നുണ്ട്. അത് കാണിക്കുന്ന നേരത്ത് ആ ഗാർഡ് ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം റോയൽ ഫാമിലിയുടെ കയ്യിരിക്കുന്ന മാത്രം സീലാണത്. അതാരാന്ന് അവന് മനസ്സിലാകുന്നില്ലായിരുന്നു. അങ്ങനെ ആർത്തറിനെ കടത്തി വിടുന്നുണ്ട്. ആർത്തറായിട്ട് ആ ഒരു ഗേറ്റിൻ്റെ അകത്തേക്ക് കടക്കെ പെട്ടെന്ന് എന്തോ വിയർഡായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ആർത്തറിനെ സിൽവിയുടെ കയ്യിലേക്ക് എന്തോ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ വലിച്ച് ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് ഇടുന്നുണ്ട്. ആർത്തറിനെ മനസ്സിലാകുന്നില്ല. സിൽവിയായിട്ട് നന്നായിട്ട് പേടിക്കുന്നുണ്ടായിരുന്നു. പപ്പ എനിക്ക് നന്നായിട്ട് പേടി വരുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ് സിൽവി പേടി കാണിക്കുന്നത്. എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആർത്തർ അവിടെ ഫയറൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് ചുറ്റിനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അവനൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒരു പവർ അവരുടെ അടുത്തേക്ക് വന്നു. ആർത്തറിന് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത്രത്തോളം പവറായിരുന്നു അത്. അവർ നിരത്താഴത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. തൻ്റെ ഉള്ള ധൈര്യമൊക്കെ എടുത്തിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ആരാണ് അവിടെ? പെട്ടെന്ന് അവർ നോക്കുന്നിടത്ത് രണ്ട് കണ്ണുകൾ അവനെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആർത്തറിന് പേടി കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല. സിൽവിയായിട്ട് പേടിച്ച് കണ്ണും പൊത്തി നിൽക്കുമായിരുന്നു. ആ സമയത്ത് തന്നെ അവൻ പറയുന്നത്, നമുക്ക് കുറച്ച് പീസ്ഫുള്ളായിട്ട് സംസാരിച്ച പോലെന്ന് പറഞ്ഞിട്ട് ആർത്തറിനെ സിൽവിനും കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് അവർ കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്ത് അവിടെ നല്ല വെളിച്ചമുണ്ടായിരുന്നു. പക്ഷേ സിൽവിയുടെ പേടിച്ച് വിറക്കുമായിരുന്നു. ആർത്തറിന് എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ ആ പൂച്ചയല്ലേ ആ ഒരു എലിക്സ് സ്റ്റോറി വെച്ച് കണ്ടത്? ആരാണ് നീ? എന്നെ അറിയാവുന്നവരും എൻ്റെ ഫ്രണ്ട്സും എന്നെ വിളിക്കുന്നത് വിസ്ഡം എന്നാണ്. പക്ഷേ നിങ്ങളെപ്പോലുള്ളവരുടെ ഞങ്ങൾക്ക് മറ്റൊരു പേരാണുള്ളത്, അതാണ് ഡിയറ്റീസ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സിന്ധിനെയാണ്. പക്ഷേ പുള്ളിക്കാരുടെ മനസ്സിലാട്ടെ മറ്റൊരു ഓർമ്മകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ കൗൺസിലിൻ്റെ ഓർമ്മ. അവൾ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഉറപ്പല്ലേ ഈ ആലീസിൻ്റെ ബോഡി കണ്ടത് ആ പയ്യൻ തന്നെയാണെന്ന്?
പയ്യനോ? ഏത് പയ്യൻ? അവൻ എന്തായാലും ഇവിടേക്ക് കൊണ്ടുവരാൻ. അവൻ നമ്മൾ എന്തായാലും പരിശോധിക്കണം. പരിശോധിക്കേണ്ട കാര്യമില്ല. ഒരു ഹീറോ മരിച്ച് ഒരു സ്റ്റുഡൻ്റ് അത് കണ്ടുപിടിച്ച് അത് ഫാക്റ്റായിട്ടുള്ള കാര്യമല്ലേ, നമ്മൾ അങ്ങനെ ഉണ്ട് ചിന്തിക്കാനായിട്ട്. അതും ശരിയാണ്. ഒന്നാമത്തെ കാര്യം, സിന്ധീന നമ്മുടെ കൂടെയുള്ള ഒരാൾ തന്നെയാണ്. അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമല്ലോ. നമുക്ക് നാളെ എന്തായാലും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് എവിഡൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അയ്യോ, നാളെ എനിക്ക് വരാൻ സാധിക്കുന്നില്ല, എനിക്ക് മറ്റൊരു ബിസിനസ് ഉണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള മറ്റൊരു ബിസിനസ്സോ? നീ എന്തുവാണ് പറയുന്നത്? ഒന്ന് വെയിറ്റ് ചെയ്യ്. സിന്ധീന ഒരു തിരക്കുള്ള മനുഷ്യൻ തന്നെയാണ്. കാര്യം അവൾക്ക് അക്കാഡമി നോക്കണം, ബാക്കിയുള്ള കാര്യങ്ങളും നോക്കണം. അതുകൊണ്ട് അവൾ എന്തായാലും പൊക്കോട്ടെ. ഈ ടൈമിൽ തന്നെ അവളുടെ ആ ഒരു മൂങ്ങ ചോദിക്കുന്നുണ്ട്, അല്ല സിന്ധീന, നീ എന്താണ് ഈ മിഷൻ്റെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നത്? ഇല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുമായിരുന്നു. എടാ, ഞാൻ ചെയ്തത് ശരിയാണോ? നമ്മുടെ ആലീസിൻ്റെ ബോഡി കണ്ടുപിടിച്ചത് ആർത്തറാന്ന് ഞാനവിടെ പറഞ്ഞില്ല, അത് ശരിയായിരുന്നോ? അത് എന്തുകൊണ്ടും ശരിയാണ്. ആർത്തർ എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിയസ് ഉള്ള ഒരു അടുത്തരാണ്. അതുകൊണ്ട് തന്നെ അവന് ആവശ്യമില്ലാത്ത സസ്പീഷ്യസ് കൊടുക്കാത്തായിരുന്നു എന്തുകൊണ്ടും നല്ലത്. എന്തായാലും നമ്മൾ ശരിക്കും ലക്കിയാണ്, അവൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. പെട്ടെന്നായിരുന്നു ഒരു അറ്റാക്ക് അവളെ തേടി വരുന്നത്. അവളെ മുഖത്ത് ഡാമേജ് ആകുകയും ചെയ്തു. പക്ഷേ നെക്സ്റ്റ് സെക്കൻഡ് അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവൾ അവരെല്ലാവരും അറ്റാക്ക് ചെയ്തതിൻ്റെ ബാക്കിലേക്ക് ഇടുന്നുണ്ട്. ഈ ടൈമിൽ വീണ്ടും കുറച്ച് പേര് അറ്റാക്ക് ചെയ്യാൻ വരും. പക്ഷേ അവരെ എല്ലാവരും തന്നെ അവളായിട്ട് കൊല്ലുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, ഏവിയർ, നീ എന്തായാലും യുവമാരൊക്കെ ഒന്ന് കൊന്നേക്ക്. ആ ടൈമിൽ തന്നെ ഏവിയറിന്റെ രൂപമാരായിട്ട് ബാക്കിയുള്ളത് നിങ്ങളെ കൊന്ന് തിന്നാൻ തുടങ്ങും. ആ സമയത്ത് ഒരുത്തൻ കിടന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നെപ്പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ നിന്റെ ലൈഫിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഞാനൊരു കാര്യം നിന്നോട് പറയാം, നീ മര്യാദക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വേഗത്തിൽ വിടാം. അല്ലെങ്കിൽ നിനക്കറിയാലോ, പിന്നെ മര്യാദക്ക് ഒരു ട്രേറ്ററിൻ്റെ അടുക്കെ ഞാൻ മര്യാദക്ക് സംസാരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? നീ ചെയ്തത് വലിയൊരു മിസ്റ്റേക്കാണ്. നിനക്ക് തെറ്റുപറ്റി. കാര്യം അവരുടെ സ്ട്രെങ്ത് അവർ പതുക്കെ പതുക്കെ റിഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ എന്താണ് വിചാരിച്ചത്? ടിക്കാത്തതിന് ഡെക്കേഡ്സ് ഉണ്ടെന്നോ? പക്ഷേ തെറ്റി. ഡെക്കേഡ്സ് ഇല്ല, ഇനി വർഷങ്ങൾ പോലുമില്ല. ആ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും കഥ തീരും. ലോങ് ലീവ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവളാട്ടെ അവനെ കൊന്നു കഴിഞ്ഞിരുന്നു. അവിയർ, എന്തായാലും ബാക്കിയുള്ള മെസ്സൊക്കെ ക്ലീൻ ചെയ്തതിൽ താങ്ക്സ്. കുഴപ്പമൊന്നുമില്ല. അത്ര നല്ലതല്ല എങ്കിലും എനിക്ക് ഓക്കെയാണ്. അല്ല, നിൻ്റെ വൂണ്ട് എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും എനിക്ക് സെൻസസ് ഒക്കെ ബാക്കിലേക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും കോസ്റ്റിൽ കൂടെ ഒന്ന് പോയി നോക്കണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഉടുപ്പ് കീറുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, എന്തായാലും സസ്പീഷൻസ് മാക്സ് നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് ഒഴിക്കുന്നുണ്ട്. ആ ടൈമിലാണ് നമ്മൾ ആ ഒരു കാഴ്ച കാണുന്നത്. അവളുടെ നടുവിലും ആ ഒരു സിമ്പിൾസ് ഉണ്ട്. ചുരുക്കം പറഞ്ഞാൽ ആ നേരത്തെ കൾട്ടിൻ്റെ ആ ഒരു സിമ്പിൾസ് അവളുടെ മുതുകത്തും ഉണ്ട്. ആൻഡ് ആ ഒരു ബിഗ് റിവീൽ നടന്നുകൊണ്ടാണ് മാൻഹുവയുടെ സീസൺ 3 ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, നമ്മൾ നാളെ തന്നെ അടുത്ത ചാപ്റ്റർ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ചുരുക്കം പറഞ്ഞാൽ സീസൺ 4 അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. പിന്നൊരു കാര്യം, അടുത്ത ചാപ്റ്ററോട്ട് ഡയറക്റ്റ് ഫൈറ്റ്സിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും നമ്മൾ കയറുന്നത്. ഇനിയാണ് നമ്മുടെ ബിഗിനിങ് ഓഫ് ദി എൻഡ് കുറച്ചുകൂടെ സീരിയസ് ആയുള്ള കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നത്. സോ നിങ്ങളൊന്നും മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.